Good afternoon, all. Good afternoon, ma'am. Okay, നമുക്ക് തുടങ്ങാം. Yes, ma'am. Okay. നമ്മളെവിടെ എടുത്തു നിർത്തിയത്? നമ്മളെവിടം വരെ എടുത്തു? എയർവേ കഴിഞ്ഞില്ലേ? ബ്രീത്തിങ് കഴിഞ്ഞില്ലേ? സർക്കുലേഷൻ അല്ലേ എടുക്കട്ടെ? ഓക്കെ. അതെ അതെ. നമുക്ക് ക്ലാസ് തുടങ്ങാം. 26 പേരുള്ളൂ. കൗണ്ട് വളരെ കുറവാണ്. മിസ്സേ ബ്രീത്തിങ് ഒന്നുകൂടി ഒന്ന് പറയാമോ? ഓക്കെ ബ്രീത്തിങ് ഒന്നുകൂടി. ഓക്കെ, ബ്രീത്തിങ് എന്താ? The ventilation should be sufficiently regulated with optimization of the
എല്ലാവർക്കും കാണാൻ പറ്റണില്ലേ? കാണാൻ പറ്റല്ലേ? യെസ് മാം, കാണുന്നുണ്ട്. ഓക്കെ. ബ്രീത്തിങ് ആണ് നമ്മൾ പറയണത്. ബ്രീത്തിങ് പറഞ്ഞതാണ്, ഒന്നുകൂടി പറയാം. എന്താ ബ്രീത്തിങ്? Regulated with optimization of the arterial blood gas values. In the suspected pneumothorax, chest drain should be installed before transfer, especially before air transport. എന്താ പറഞ്ഞേ? ധമനികളിലെ വെന്റിലേഷനിൽ എങ്ങനെ വേണം? should be sufficiently regulated with optimization. ധമനികളില് രക്തവാതക മൂല്യങ്ങളുടെ ഒപ്റ്റിമൈസേഷൻ ഉപയോഗിച്ചിട്ട് വേണ്ടത്ര വെന്റിലേഷൻ കൊടുക്കണം. അതാണ് പറഞ്ഞത്. വേണ്ടത്ര വെന്റിലേഷൻ, എന്തോരം ആവശ്യമുള്ള വെന്റിലേഷൻ വേണോ അത് നമ്മൾ കൊടുക്കണം. എവിടെ? ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്. ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് എന്ന് പറയുന്നതാണ് രക്തവാതക മൂല്യങ്ങളുടെ ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ വെച്ചാൽ ഏറ്റവും മികച്ചത്. നമ്മൾ എമർജൻസി പേഷ്യൻസിനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ എമർജൻസി പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഏറ്റവും മികച്ച, ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഇത് തന്നെ, വെന്റിലേഷൻ തന്നെ വേണം നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ. അതിന് കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ സസ്പെക്ടഡ് ന്യൂമോതോറാക്സ് ചെസ്റ്റ് ഡ്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ബിഫോർ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് വെച്ചാൽ എന്താ ചെസ്റ്റ് ഡ്രെയിൻ? ചെസ്റ്റ് ഡ്രെയിൻ എന്ന് വെച്ചാൽ ശ്വാസപ്രവർത്തനം. നമ്മൾ ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുന്നത് ചില നമ്മൾ മിക്ക പേഷ്യന്റിനും വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിനും ഓക്സിജന്റെ മാസ്ക് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട്, ശ്വസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഹീമോഡൈനാമിക് ഉള്ള എന്തെങ്കിലുമുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ശ്വാസത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതെങ്ങനെ വന്നതാ? ബ്ലഡ്, മറ്റേ ഈർപ്പം, വായു അതൊക്കെ അടിഞ്ഞുകൂടും ഈ കുഴലില്. ഇവരെ ശ്വസിക്കണ കുഴലിൽ ഇതൊക്കെ അടിഞ്ഞു കൂടുമ്പോ അതിന്റെ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് ശ്വാസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രെയിൻ ഫിറ്റ് ചെയ്യും ചെസ്റ്റില്. അതാണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്. ശ്വസന പ്രവർത്തനങ്ങളും അതിനെ സംരക്ഷിക്കാനായിട്ട്. ഇതുപോലെ ഈ സംരക്ഷിക്കാന്ന് വെച്ചാൽ അതിന്റെ വാൽവില്, അതിന്റെ സൈഡിലൊക്കെ രക്തം, വായു, ദ്രാവകങ്ങൾ, നമ്മള് ഓക്സിജൻ മാസ്ക് വെക്കുമ്പോ കാണാം ചില വായുകളൊക്കെ അതിന്റെ സൈഡിൽ തങ്ങിക്കുന്നത്. അതുപോലെ തന്നെ അത് നമ്മുടെ ഡ്രെയിനിലോട്ടുള്ള കുഴലിലോട്ട് നിൽക്കും. ഡ്രെയിനിലല്ല, ചെസ്റ്റിലോട്ടുള്ള കുഴലിലൊക്കെ ഉണ്ടാവും. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ. അപ്പൊ എന്ത് ചെയ്യും? ഇതിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് നല്ലോണം ബ്രീത്തിങ് എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് വെന്റിലേഷനിലുള്ള പേഷ്യന്റിന് എന്ത് കൊടുക്കും? ഒരു ഡ്രെയിൻ ഫിറ്റ് ചെയ്യും ചെസ്റ്റിൽ. അതാണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്. അത് എന്ത് നീക്കം ചെയ്യാനാ ചെസ്റ്റ് ഡ്രെയിൻ ഫിറ്റ് ചെയ്യണത്? ഇതുപോലെയുള്ള വായു, രക്തം, ഈർപ്പം അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് പ്ലൂറൽ സ്പേസിൽ സ്ഥാപിക്കുന്നതാണ് നമ്മുടെ ശ്വാസകോശത്തിന്റെ അരിയിട്ട്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലങ്സ്, ശ്വാസകോശങ്ങൾ, അതിന്റെ അരിയിട്ട് സ്ഥാപിക്കുന്ന ഒരു ഡ്രെയിൻ ആണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് ബിഫോർ ട്രാൻസ്ഫർ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ന്യൂമോതോറാക്സും അതിന്റെ തന്നെയാണ് ശ്വാസം വിടാനായിട്ട് ശ്വാസ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ ആ സമയത്ത് അതും വെക്കണം. ഓക്കെ. അപ്പൊ എന്താ ഒന്നുകൂടി പറയാ, എന്താണ് ബ്രീത്തിങ്? ബ്രീത്തിങ് എന്ന് വെച്ചാൽ വെന്റിലേഷൻ കൊടുക്കണം. നല്ല മികച്ച വെന്റിലേഷൻ ആയിരിക്കണം. മറ്റേ ശ്വാസം വിടാനുമുള്ള ഏറ്റവും മികച്ച വെന്റിലേഷൻ കൊടുക്കണം. അത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് എന്ന് വെച്ചാൽ ധമനികളിലെ രക്തമൂല്യങ്ങളുടെ ഒപ്റ്റിമൈസേഷൻ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഒപ്റ്റിമൈസേഷൻ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഇത് കൊടുക്കാനായിട്ട്, വെന്റിലേഷൻ കൊടുക്കണം. അതെങ്ങനെ? എന്തിനു വേണ്ടിയിട്ടാ? ന്യൂമോതോറാക്സ് ചെസ്റ്റ് ഡ്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ്. ട്രാൻസ്ഫറിന് മുമ്പ് ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ, ന്യൂമോതോറാക്സും ചെസ്റ്റ് ഡ്രെയിനും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ടിന് പോകുന്ന പേഷ്യന്റ് ആണെങ്കിൽ എന്തായാലും ഇത് മസ്റ്റ് ആണ്. പ്രത്യേകിച്ച് അത് വെക്കണം. എയർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എയർപ്ലെയിന്, മറ്റേ ഹെലികോപ്റ്ററിലൊക്കെ നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോകും. ഇപ്പൊ ഒരു കൂടുതൽ നല്ലൊരു ചികിത്സ അമേരിക്കയിൽ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേഷ്യന്റിനെ എയർ ട്രാൻസ്പോർട്ട് വഴിയേ കൊണ്ടുപോകുള്ളൂ. അങ്ങനത്തെ ഉള്ള പേഷ്യൻസിന് ഈ സംഭവങ്ങൾ ന്യൂമോതോറാക്സും ചെസ്റ്റ് ഡ്രെയിനും ഭയങ്കര മസ്റ്റ് ആയിട്ടും നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എസ്പെഷ്യലി എയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞത് അതാണ്. അപ്പൊ ബ്രീത്തിങ്ങിന് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കേണ്ടത് ഏതാണ്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ എന്നത് ബ്രീത്തിങ്ങിലാണ്. രക്തവാതക മൂല്യങ്ങളുടെ
രക്തവാതക മൂല്യങ്ങൾ എന്ന് പറയുന്നത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ. ആർട്ടീരിയൽ എന്ന് വെച്ചാൽ ധമനികൾ, നമ്മുടെ ശ്വാസകോശത്തിൽ ധമനികൾ, ബ്ലഡ് കൊണ്ടുള്ളതാരാ, സിരകള്, ധമനികൾ അങ്ങനെ ഉണ്ട്. അതിന്റെ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ, ബ്രീത്തിങ് ആയിട്ട് ബന്ധപ്പെട്ടതാ. പിന്നെ ന്യൂമോതൊറാക്സ്, ചെസ്റ്റ് ഡ്രൈവ്, നമ്മൾ ഇങ്ങനെ കേൾക്കാത്ത വാക്കുകളൊക്കെ വരുമ്പോൾ അണ്ടർലൈൻ ചെയ്യാം. ചെസ്റ്റ് ഡ്രൈവ് നിങ്ങളോട് ചോദിക്കും, ചെസ്റ്റ് ഡ്രൈവിന് എന്തായിട്ട് ബന്ധപ്പെട്ടേക്കണാണ്. ബ്രീത്തിങ് തരും, സർക്കുലേഷൻ തരും, എയർവേ തരും. നമ്മൾ ഇതൊക്കെ മൂന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ചെസ്റ്റ് ഡ്രൈവിനും ന്യൂമോതൊറാക്സും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, എയർ ട്രാൻസ്പോർട്ടിലൊക്കെ ആണെങ്കിൽ ഇത് എന്തായാലും അത്യാവശ്യമുള്ളൂ. അല്ലാത്ത പേഷ്യന്റിന്, എമർജൻസി ആയ പേഷ്യന്റിന് ആവശ്യമുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ട്രാൻസ്ഫർ ആവുമ്പോൾ ബ്രീത്തിങ്ങിന്റെ കാര്യത്തിൽ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസിന്റെ ഒപ്റ്റിമൈസേഷൻ, പിന്നെന്താ, ന്യൂമോതൊറാക്സും ചെസ്റ്റ് ഡ്രൈവും. ഈ 3 എണ്ണം അണ്ടർലൈൻ ചെയ്താ ഓക്കെ. നെക്സ്റ്റ് സർക്കുലേഷൻ. പോയിന്റുകൾ പറയണത് അണ്ടർലൈൻ ചെയ്യാ. നമുക്ക് അത് മാത്രം വരുള്ളൂ എക്സാമിന്. കാരണം അതിന് വേറൊന്നും നമുക്ക് ഇനി പഠിക്കാനില്ല. നിങ്ങൾക്ക് ചോദിക്കും, നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വന്നത് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വൈഡ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് essay പോലെ ഒന്നും എഴുതാനൊന്നും ഉണ്ടാവില്ല. ഈ MCQ ക്വസ്റ്റ്യൻസ് എന്തിനാ, നമ്മൾക്ക് ഇത് അറിയോന്ന് അറിയാൻ വേണ്ടി. നമ്മൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് എന്തെങ്കിലും അറിയോ, ഇവര് ചെസ്റ്റ് ഡ്രൈവിനൊക്കെ ഇവർ കേട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അപ്പൊ അതൊക്കെ അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ സർക്കുലേഷൻ നമുക്ക് നോക്കാം. സർക്കുലേഷൻ എന്താണ്? സർക്കുലേഷൻ വെച്ചാൽ എന്താ, ബ്ലഡ് പാസിങ്. നമ്മുടെ ബ്ലഡ് നല്ല രീതിയിൽ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാം. നമ്മൾ അതിനുള്ള ഇപ്പൊ ഒരുപാട് ഫുഡ് സപ്ലിമെന്റ്സ് ഉണ്ട്. ഇഞ്ചക്ഷനും മരുന്നിനേക്കാളും ഏറ്റവും പ്രധാനം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഒരുപാട് ഫുഡ് സപ്ലിമെന്റ് ഇപ്പൊ പല രീതിയിൽ പല കമ്പനിക്കാര് പല രീതിയിൽ ഇറക്കുന്നുണ്ട്. വെൽനെസ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് വെസൽസ് അവിടെ എന്തെങ്കിലുമൊക്കെ ക്ലോട്ടിങ്, വേറെ ഇതുപോലെ വായു, രക്തം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനെ അത് ബാധിക്കും. അതിന്റെ സർക്കുലേഷൻ എങ്ങനെയാണ് സർക്കുലേഷൻ നമുക്ക് നോക്കാം. The patient should have at least 2 wide bore intravenous working canals in place before shifting. External hemorrhage, if any, should be regulated, controlled, and any shock should be treated with intravenous fluid and or vasopressors. The availability of cross-matched blood may be needed in the course of the transport. എന്താ പറയണേ, പേഷ്യന്റിന് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഏകദേശം ഒരു പേഷ്യന്റിന് നമ്മൾ പറയുന്ന പേഷ്യന്റ് സാധാരണ പേഷ്യന്റ് അല്ല, എമർജൻസി പേഷ്യൻസിന്റെ കാര്യം പറയണേ. നമ്മൾ മുൻപ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. അത് ആരും വിട്ടുപോകരുത്. പഠിക്കുമ്പോ എല്ലാ പേഷ്യൻസിനെയും കമ്പയർ ചെയ്തല്ല നമ്മൾ പഠിക്കണേ. കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ, ക്രിട്ടിക്കൽ പേഷ്യന്റിന്റെ കാര്യം നമ്മൾ പഠിക്കണേ. അതാരും മറന്നു പോകരുത്. എമർജൻസി പേഷ്യൻസിന്റെ കാര്യം, എമർജൻസി പേഷ്യൻസിന്റെ മോഡ് ഓഫ് സർക്കുലേഷൻ. അപ്പൊ എമർജൻസി പേഷ്യൻസിന്റെ സർക്കുലേഷൻസ് പറയണേ. പേഷ്യന്റിന് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഏകദേശം സാധാരണ ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് ഒരു പേഷ്യന്റിനെ നമ്മൾ ഒരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് രോഗിക്ക് കുറഞ്ഞത് 2 വിശാലമായ ബോർ ഇൻട്രാവീനസ് വർക്കിംഗ് കനാലുകൾ ഉണ്ടായിരിക്കണം. എന്താണ്, ഒരു പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പേഷ്യന്റിന് എന്തുണ്ടായിരിക്കണം, ഏകദേശം അറ്റ്ലീസ്റ്റ് 2 വൈഡ് ബോർ ഇൻട്രാവീനസ് വർക്കിംഗ് കനാലുകൾ ഉണ്ടായിരിക്കണം. ഇൻട്രാവീനസ് വർക്കിംഗ് കനാലുകൾ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇൻട്രാവീനസ് എന്ന് വെച്ചാൽ എന്താ, ഞരമ്പ്, ധമനിയിലൂടെ ഒക്കെ ബ്ലഡ് ഒഴുകുന്നത്. അതിൽ ഏറ്റവും വലുത് വിശാലമായ ബോർ ഇൻട്രാവീനസ് വർക്കിംഗ് കനാലുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ, സർക്കുലേഷന്റെ പേശി അത് അണ്ടർലൈൻ ചെയ്തോ. അറ്റ്ലീസ്റ്റ് 2 വൈഡ് ബോർ ഇൻട്രാവീനസ് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്താ ഞരമ്പിലൂടെ അല്ലെങ്കിൽ നാസിക വഴിയൊക്കെ നമ്മൾ സർക്കുലേഷൻ കൊടുക്കും. അതൊക്കെ മെയിൻ ആയിട്ട് 2 എണ്ണം അറ്റ്ലീസ്റ്റ് 2 വൈഡ് വിശാലമായ ബോർ ഇൻട്രാവീനസ് വർക്കിംഗ് കനാലുകൾ വേണം ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെന്താ, എക്സ്റ്റേണൽ ഹെമറേജ്. ഹെമറേജ് എന്ന് വെച്ചാൽ എന്താ, പിന്നെ ഹെമറേജ് ബ്ലഡ് ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട് ഹെമറേജ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അറ്റാക്ക് വന്നത് ഹെമറേജും നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഹെമറേജ് എന്ന് പറയുന്നത്. ബ്ലഡ്
ഹെമറേജ് എന്ന് പറയുമ്പോൾ പൊട്ടുന്നതാണ്, പൊട്ടുന്ന അവസ്ഥയാണ് എക്സ്റ്റേണൽ ഹെമറേജ്. പുറത്ത് എന്തെങ്കിലും ഇതുണ്ടായിരിക്കും, ബാഹ്യ രക്തസ്രാവം. എക്സ്റ്റേണൽ തന്നെ പുറത്ത്. അപ്പൊ ഹെമറേജ് എന്ന് വെച്ചാൽ ബ്ലഡ് ഒഴുകണത്, രക്തസ്രാവം, രക്തം ഒഴുകണത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫെനി ഷുഡ് ബി റെഗുലേറ്റഡ്, കൺട്രോൾഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അങ്ങനെ പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണ പേഷ്യന്റിന് എന്തെങ്കിലും ഭയങ്കര ഹെമറേജ് ഉള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ റെഗുലേറ്റഡ് കൺട്രോൾ, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നിയന്ത്രിക്കണം. കൂടാതെ എന്താ, എനി ഷോക്ക് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ഓർ വാസോപ്രസേഴ്സ്. നമ്മൾ ഈ പേഷ്യന്റിന് എന്തെങ്കിലും ഈ ഷോക്ക് വന്ന പേഷ്യന്റ്, ഷോക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോ തന്നെ ഒരു പേഷ്യന്റിന് ഷോക്ക് ആവുമ്പോഴാണ് ഹെമറേജ് ആവണത്. പെട്ടെന്ന് അറ്റാക്ക് ഒക്കെ വന്നത് ഹെമറേജ് വഴിയൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താ, ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാസോപ്രസേഴ്സ്. വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത് ഒരു മരുന്നാണ്. വാസോപ്രസേഴ്സ് എന്താ, ഒരു മരുന്ന്. എന്ത് മരുന്നാണ് വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത്? എന്ത് മരുന്നാ? രക്തസമ്മർദ്ദം, ഇപ്പൊ കുറഞ്ഞ രക്തസമ്മർദ്ദം ഉള്ളവരില് അവരുടെ രക്തക്കുഴലുകൾ എങ്ങനെയായിരിക്കും? ഒന്നല്ലെങ്കിൽ ചുരുങ്ങിയിരിക്കും, രക്തക്കുഴലുകൾ ചുരുങ്ങുകയോ ചിലതെന്താ ഇടുങ്ങിയതായിരിക്കും. അപ്പൊ ആ സമയത്ത് അവർക്ക് എന്താ, ബ്ലഡ് പാസിങ് നല്ലോണം നടക്കില്ല, ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം നടക്കില്ല. ഇത് ചുരുങ്ങിയിരിക്കല്ലേ, ചുരുങ്ങിയിരിക്കുമ്പോ അതിൽ കൂടി ബ്ലഡ് കറക്റ്റ് ആയിട്ട് പോകില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ കൊടുക്കണ ഒരു മരുന്നാണ് വാസോപ്രസേഴ്സ്. അപ്പൊ എന്താ പറഞ്ഞേ, ഷോക്കുള്ള പേഷ്യന്റിന്, എന്തെങ്കിലും ഷോക്കുള്ള പേഷ്യന്റിന് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഞരമ്പിലൂടെ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് കൊടുക്കുക, അല്ലെങ്കിൽ വാസോപ്രസേഴ്സ്. ഈ രക്തക്കുഴലുകൾ ചുരുങ്ങി അങ്ങനെ ബ്ലോക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു മരുന്നും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്ത് പേഷ്യന്റിനാ? ഷിഫ്റ്റ് ചെയ്യുന്ന എമർജൻസി പേഷ്യന്റിന്, എക്സ്റ്റേണൽ ഹെമറേജ് ഉള്ള പേഷ്യന്റിന്. എന്ത് പേഷ്യന്റിനാ? എക്സ്റ്റേണൽ ഹെമറേജ് ഉള്ള പേഷ്യന്റിന്. അപ്പൊ എന്താ പറഞ്ഞേ, പേഷ്യന്റിന് 2 വൈഡ് ബോർ ഇൻട്രാവീനസ് വർക്കിംഗ് കനാലുകൾ വേണം. ഹെമറേജ് ഉള്ള പേഷ്യന്റിന്, രക്തസ്രാവമുള്ള പേഷ്യന്റിന്റെ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലേറ്റ്, അതിലത് കൺട്രോൾ ചെയ്യണം. പിന്നെ ഷോക്കൊക്കെ വന്ന് പെട്ടെന്ന് ഷോക്കുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ആൻഡ് വാസോപ്രസേഴ്സ് കൊടുക്കണം. The availability of cross-matched blood may be needed in the course of transport. എന്താ പറഞ്ഞേ, നമ്മള് ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാണ്. ആ സമയത്ത് നമ്മൾ വണ്ടിയിലോട്ട്, ട്രാൻസ്പോർട്ടിലോട്ട് കയറ്റാൻ പോണ സമയത്ത് പേഷ്യന്റിന്റെ എന്തെല്ലാം ചെയ്യണം? ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്തിട്ട് വേണം വിടാനായിട്ട്. അത് അത്യാവശ്യമാണ്. ബ്ലഡിന്റെ ക്രോസ് മാച്ച് ചെയ്തിട്ട് വേണം വിടാനായിട്ട്. ഒന്നും കൂടി പറയാം, സർക്കുലേഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ബ്രീത്തിങ് എന്ന് പറയുന്നത് എന്താ? ശ്വാസം. ബ്രീത്തിങ് ശ്വാസം എന്താ? നമ്മള് ഉള്ളിലോട്ട് ഓക്സിജൻ വലിച്ചെടുത്ത് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ കളയുന്നു, അതല്ലേ ശ്വാസം. അപ്പൊ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ എന്താ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് ബ്രീത്തിങ്. സർക്കുലേഷൻ വരുമ്പോ മെയിൻ കാര്യം എന്താ? 2 വൈഡ് ബോർ ഇൻട്രാവീനസ് വർക്കിംഗ് കനാലുകൾ വേണം. അപ്പൊ 2 വൈഡ് ബോർ ഇൻട്രാവീനസ് എന്തിൽ പെട്ടതാ? സർക്കുലേഷൻ. പിന്നെന്താ? വാസോപ്രസേഴ്സ്. ഇൻട്രാവീനസ് ഫ്ലൂയിഡും വാസോപ്രസേഴ്സും എവിടെ ഉപയോഗിക്കണേ? സർക്കുലേഷൻ കുറയുമ്പോ അതിന്റെ രക്തക്കുഴലുകൾ, ശ്വാസകോശത്തിന്റെ കുഴലുകൾ ചുരുങ്ങുകയോ ഇടുങ്ങിയതാകുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു മരുന്നാണ് വാസോപ്രസേഴ്സ്. അപ്പൊ ആ സമയത്തുള്ള ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഇൻട്രാവീനസ്, ഞരമ്പിലൂടെ പോകുന്ന ഫ്ലൂയിഡ്. ഇൻട്രാവീനസ് എന്ന് പറയുന്നത് എന്താ? ഞരമ്പ് ധമനികൾ, അതിലൂടെ പോകുന്ന ഫ്ലൂയിഡ് ആണ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്. പിന്നെ പേഷ്യന്റിന്റെ ക്രോസ് മാച്ച് ചെയ്യണം ബ്ലഡ്. നമ്മളോട് ചോദിക്കും, ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ഏതിൽ പെടും? ബ്രീത്തിങ്, എയർവേ, സർക്കുലേഷൻ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സർക്കുലേഷൻ എഴുതണം. ബ്രീത്തിങ് എഴുതാൻ പാടില്ല, കാരണം പെട്ടെന്ന് നമ്മൾ ബ്രീത്തിങ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ നേരത്തെ നമ്മുടെ മനസ്സിൽ എന്ത് വരും? ഇത് ബ്രീത്തിങ് ആണോ? ക്രോസ് മാച്ച് ചെയ്യേണ്ടത് ബ്രീത്തിങ് ആണോ എന്ന് വിചാരിക്കും. ക്രോസ് മാച്ച് ബ്ലഡ് ചെയ്യേണ്ടത് ബ്ലഡ് ആയിട്ട് കണക്ഷൻ ഉള്ളതാരാ? സർക്കുലേഷൻ ആണ്. ഓക്കെ, നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ, മനസ്സിലാവുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? ഓക്കെ. അപ്പൊ സർക്കുലേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക,
സർക്കുലേഷൻ എന്ന് പറയും അണ്ടർലൈൻ. അവിടെ ആകെ 3 പോയിന്റ് വന്നുള്ളൂ. ഞാൻ പറഞ്ഞു ബ്രീത്തിങ്ങിന്റെ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടോ. സർക്കുലേഷനിൽ വന്നത് എന്താ? ഹെമറേജ്. ഹെമറേജ് എന്ന് പറയണതും രക്തസ്രാവമാണ്, ബ്ലഡ് ആയിട്ട് ബന്ധപ്പെട്ടതാ. ഹെമറേജ് എന്ന് പറയുമ്പോ ബ്രീത്തിങ് എഴുതാൻ പാടില്ല. ഹെമറേജ് ഏതായിട്ട് കണക്ഷൻ ഉള്ളതാ? സർക്കുലേഷൻ. ഹെമറേജ് അണ്ടർലൈൻ ചെയ്തിടാ. ടു വൈഡ് ബോർ ഇൻട്രാവീനസ് അണ്ടർലൈൻ ചെയ്തിടാ. പിന്നെ വരുന്നതാണ് ഷോക്ക്. എന്തെങ്കിലുമൊക്കെ ഷോക്ക് വന്നു പേഷ്യന്റിന്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പേഷ്യന്റിന് ഷോക്ക് വന്നു, പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് വേറെ ഹോസ്പിറ്റലിലോട്ട്. ആ സമയത്ത് നമ്മൾ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാസോപ്രസേഴ്സ് കൊടുക്കും. പിന്നെ ഒരു പേഷ്യന്റിനെ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്യും. എവിടെ? സർക്കുലേഷന് വേണ്ടി. പേഷ്യന്റിനെ ക്രോസ് മാച്ച് ബ്ലഡ് മേ ബി നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ആ പേഷ്യന്റിന്റെ നമ്മള് ട്രാൻസ്പോർട്ട്, ആ പേഷ്യന്റ് എങ്ങനെയാണോ പോണത് ഗതാഗത സമയത്ത്, ആ വണ്ടിക്ക് പോണ സമയത്ത് പേഷ്യന്റിന്റെ നമ്മൾ ക്രോസ് മാച്ച് ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് വിടണം, അത്യാവശ്യമാണ്. 1 മാസം മുമ്പ് നമ്മൾ ആ പേഷ്യന്റിന്റെ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ന് പേഷ്യന്റിനെ വിടണം, പിന്നെ ചെയ്യണ്ടെന്ന് വിചാരിക്കാൻ പാടില്ല. 1 മാസം ചെയ്താലും 1 ആഴ്ച ചെയ്താലും ആ പോണ സമയത്ത് പേഷ്യന്റിന് എന്ത് ചെയ്യണം? ക്രോസ് മാച്ച് ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് വിടേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് സർക്കുലേഷനിൽ വേണ്ടത്. ഓക്കെ അല്ലേ? ടു വൈഡ് ഓർ ഇൻട്രാവീനസ് വർക്കിംഗ് അനാലി അതും അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക് ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നോക്കാം. ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്താ? പേഷ്യന്റ് വിത്ത് ഹെഡ് ഇഞ്ചുറി should have their Glasgow Coma scale adequately monitored and recorded in document before and in the course of transfer and before the administration of any sedative or paralytic agent. എന്താ പറഞ്ഞേ? ഡിസബിലിറ്റി നമുക്കറിയാം, എന്തെങ്കിലും വൈകല്യമുള്ള പേഷ്യൻസ് ഡിസബിലിറ്റി പേഷ്യൻസ് ആയിരിക്കും. പക്ഷെ ഇത് എന്ത് വൈകല്യമുള്ളതാ? ന്യൂറോളജിക്കൽ. എന്ത് വൈകല്യമാണ്? ന്യൂറോളജിക്കൽ ആയിട്ട് വൈകല്യം, ഞരമ്പിന്റെ സംബന്ധമായ, നമ്മുടെ വെയിൻ സംബന്ധമായ അങ്ങനെയുള്ള വൈകല്യമുള്ള പേഷ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് പറയണത്. പേഷ്യൻസ് വിത്ത് ഹെഡ് ഇഞ്ചുറി, പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ഹെഡ് ഇഞ്ചുറി, തലയിൽ ഒരു മുറിവ് വന്ന്, അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ഷുഡ് ഹാവ് ദെയർ ഗ്ലാസ്ഗോ കോമാ സ്കെയിൽ GCS ഫുൾ ഫോം എഴുതി വെച്ചോ, അണ്ടർലൈൻ ചെയ്തോ. ഗ്ലാസ്ഗോ കോമാ സ്കെയിൽ. GCSന്റെ ഫുൾ ഫോം എന്താ? ഗ്ലാസ്ഗോ കോമാ സ്കെയിൽ. പിന്നെന്താ പറഞ്ഞേ? തലക്ക് പരിക്കേറ്റ പേഷ്യന്റിന് നമ്മൾ എന്ത് നോക്കണം? ഒരു പേഷ്യന്റ് അപ്പൊ നമ്മൾക്ക് നമ്മളിങ്ങനെ നിൽക്കുകയാണ്, പെട്ടെന്ന് വന്ന് നമ്മുടെ തലക്ക് ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ? അബോധാവസ്ഥയിലാണ്. ജിൻഷ എന്തെങ്കിലും പറഞ്ഞ? ജിൻഷ അത് MRI ചെയ്യേണ്ടി വരില്ലേ? അത് നമ്മൾ വേറെ വരും. ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് പേഷ്യന്റിന്റെ സ്കെയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യന്റിനെ MRI ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിന് മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് പേഷ്യന്റിന് MRI ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ പേഷ്യന്റിന് ഹെഡ് ഇഞ്ചുറി വന്നു, അപ്പൊ നമ്മൾ ഈ പേഷ്യന്റ് എന്തായിരിക്കും? അബോധാവസ്ഥയിലായി, ബോധമില്ലാണ്ട് കിടക്കുകയാണ്. ഈ പേഷ്യന്റിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ട്രാൻസ്ഫർ ചെയ്യണം, വേറെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. പക്ഷെ അങ്ങനെയുള്ള പേഷ്യന്റിന് നമ്മൾ ഇടക്കിടക്ക് ഇതിന്റെ എന്ത് ടെസ്റ്റ് ചെയ്യാനാ? ഈ ഗ്ലാസ്ഗോ കോമ എന്ന് പറയുന്നത് എന്താ? മസ്തിഷ്കത്തിന് എന്തെങ്കിലും വിലക്ഷയമോ ഇഞ്ചുറിയോ ഉണ്ടായാൽ ആ വ്യക്തിയുടെ ബോധനില അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ്. ഓക്കെ, MRI ഉപയോഗിക്കുന്നത് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇതിന്റെ അസുഖത്തിന് കണ്ടുപിടിക്കുന്നത്, ഏത് അസുഖമാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ MRI സ്കാൻ ചെയ്യണേ. അത് ചെയ്യുന്നുണ്ട്, അത് ചെയ്ത റിസൾട്ട് ഒക്കെ ഉണ്ട് പേഷ്യന്റെ കയ്യില്. നമ്മൾ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ബോധനില പരിശോധിക്കാനായിട്ട്, പേഷ്യന്റിന്റെ ബോധനില പരിശോധിക്കാൻ. തനക്ക് എന്തെങ്കിലും ക്ഷതം വന്നു, എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞിട്ട് പേഷ്യന്റിന് എന്താ? ബോധമില്ലാണ്ട്, ഇപ്പൊ നമ്മളെ പെട്ടെന്ന് ഒരാള് തലക്കടിച്ചു, നമ്മൾ ബോധമില്ലാണ്ട് കിടന്നു, നമ്മൾ എപ്പോഴേക്കോ നമുക്ക് ഇനി ബോധം വരുമോ എന്നുള്ള കാര്യങ്ങള് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ വെച്ച് നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം. കാരണം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, 1 അവർ വെച്ച് നമ്മൾ ഇടക്കിടക്ക് നോക്കാം ഈ പേഷ്യന്റ് ഇനി വരുമോ, എങ്ങനെ ഉണ്ടെന്ന്. അത് മോണിറ്റർ ചെയ്യാൻ വേണം. അതോടൊപ്പം തന്നെ ഡോക്യുമെന്റിൽ റെക്കോർഡ് ചെയ്യണം. ബിഫോർ ആൻഡ് കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ,
ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മള് ഈ ഗ്ലാസ്കോ കോമ സ്കെയില് വെച്ച് നോക്കണത് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ആൻഡ് ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എനി സെഡേറ്റീവ് ഓർ പാരലിറ്റിക് ഏജന്റ് എന്ന് വെച്ചാൽ എന്താ, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും സെഡേറ്റീവ് അല്ലെങ്കിൽ പക്ഷാപാത എന്ന് വെച്ചാൽ എന്താ, ഒരു ഭാഗം തളരണത്, ഈ ഒരു ഭാഗം ആണെങ്കിൽ ഈ ഒരു കൈയും തളരും കാലും തളരും. അവര് ജീവിക്കണോ മരിക്കണോ എന്നറിയാത്തതില്. ജീവൻ ഉണ്ടെങ്കിലോ ഉണ്ട്, എന്നാ മരിച്ചതാണോ മരിച്ചു. അങ്ങനെ ഒരു അവസ്ഥയില് മരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതെന്ന് വെച്ചാൽ അവരെല്ലാം അറിയണ്ട്, പക്ഷെ അവർക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാൻ പറ്റണില്ല, സംസാരിക്കാൻ പറ്റണില്ല, പക്ഷെ അവരെ ബോധനില വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് സെഡേറ്റീവ് അല്ലെങ്കിൽ പക്ഷാപാത ഏജന്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്സുകൾ എന്ത് വേണം, കറക്റ്റ് ചെയ്ത് നമ്മള് എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്സ് എടുത്ത് കറക്റ്റ് നമ്മള് രേഖപ്പെടുത്തണം. അപ്പൊ എന്താ പറഞ്ഞത്, പേഷ്യൻസിന് തലക്ക് എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറി, എന്തെങ്കിലും ക്ഷതം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ്കോ കോമ സ്കെയിൽ വെച്ച് കറക്റ്റ് ചെയ്ത് നോക്കണം. അത് മോണിറ്റർ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം ഡോക്യുമെന്റില്. എപ്പോഴാ, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ്. പിന്നെന്താ, എന്തെങ്കിലും സെഡേഷൻ ആണോ പാരലൈസ് ആണോ ആ പേഷ്യന്റ് ആണെങ്കിൽ, അങ്ങനെ ആ പേഷ്യന്റിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ ഡോക്യുമെന്റിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫറിന് മുമ്പ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ, the patient should be protected from cold by providing suitable blankets apart from the above pre-transfer checklist. On the day transfer itself, all basic investigations should be performed to reflect the present condition of the patient. എന്താ പറഞ്ഞേ, പേഷ്യന്റിന് ഇപ്പൊ നമ്മൾ വെന്റിലേറ്ററിൽ ആംബുലൻസിൽ കയറ്റി, എമർജൻസി പേഷ്യന്റിന്റെ കാര്യമാണ് നമ്മൾ പറയണേ. പേഷ്യന്റിന്റെ ആംബുലൻസിൽ കയറ്റി, ഇപ്പൊ ആംബുലൻസിൽ എന്തായിരിക്കും, AC ആയിരിക്കും. ആംബുലൻസ് എന്തായിരിക്കും, വെന്റിലേറ്റർ ആംബുലൻസ് എന്ന് പറഞ്ഞ ആംബുലൻസ് ഫുൾ AC ആയിരിക്കും. ഈ പേഷ്യന്റിന് സംസാരിക്കാൻ പറ്റണില്ല, പാരലൈസ് ആയിട്ടില്ലേ. അപ്പൊ ഈ പേഷ്യന്റ് സെഡേറ്റീവ് ആണ്, പക്ഷെ പേഷ്യന്റിന് എന്താ, നമുക്ക് ബോഡി കണ്ടാൽ മനസ്സിലാവും, പേഷ്യന്റ് ഷിവറിങ്, ഭയങ്കര കോൾഡ്, ഭയങ്കര തണുപ്പുണ്ട്. പക്ഷെ ഇവർക്ക് സംസാരിക്കാനോ പ്രതികരിക്കാനോ പറ്റില്ലെങ്കിൽ പേഷ്യന്റിന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ പേഷ്യന്റിന് ഒരു സൂട്ടബിൾ ആയ ബ്ലാങ്കറ്റ്സ് നമ്മൾ കൊടുക്കണം. അത് കണ്ടറിഞ്ഞ് കൊടുക്കണം. സൂട്ടബിൾ ആയ ഒരു പുതപ്പെടുത്ത് പേഷ്യന്റിന് കൊടുക്കാം. അതൊക്കെ നമ്മൾ പ്രീ ട്രാൻസ്ഫർ ചെക്കിൽ ആ പേഷ്യന്റ് ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. പിന്നെന്താ, ഓൾ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ, തുടക്കത്തിൽ മുതൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്തോ. ഷുഡ് ബി പെർഫോംഡ് ടു റിഫ്ലക്ട് ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് പേഷ്യന്റ്. ആ പേഷ്യന്റിന്റെ അപ്പോഴത്തെ കണ്ടീഷൻ, പ്രസന്റ് കണ്ടീഷൻ, ആ സമയത്ത് ട്രാൻസ്ഫർ ആക്കാൻ പോണ്, പേഷ്യന്റിന്റെ വണ്ടി കയറ്റാൻ പോണ്, ആ സമയത്തുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ, പ്രസന്റ് കണ്ടീഷൻ റിഫ്ലക്ട് ചെയ്യണം. എന്നുവെച്ചാൽ അവിടെ പ്രതിഫലിപ്പിക്കണം, എന്നുവെച്ചാൽ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാ പറഞ്ഞത്. അപ്പൊ ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് വന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ആയ ഒരു പേഷ്യന്റിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ പേഷ്യന്റിന് ഹെഡ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഗ്ലാസ്കോ കോമ സ്കെയിൽ വെച്ച് മോണിറ്റർ ചെയ്യണം. അത് നമ്മൾ ഡോക്യുമെന്റിൽ റെക്കോർഡ് ചെയ്യണം. പിന്നെന്താ പറഞ്ഞേ, സെഡേറ്റീവ് അല്ലെങ്കിൽ പാരലിറ്റിക് ഏജന്റ് ആയ ഒരു പേഷ്യന്റ് ആണെങ്കിൽ അതും നമ്മൾ റെക്കോർഡ് ചെയ്യണം. പിന്നെന്താ, പേഷ്യന്റിന് നല്ല തണുപ്പുണ്ടെങ്കിൽ നമ്മൾ അതിന് യോജിച്ച ഒരു പുതപ്പെടുത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും, ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും നമ്മൾ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ, അതോ പേഷ്യൻസിന്റെ കണ്ടീഷൻ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ലിസ്റ്റ് ചെയ്യുക, ചെക്ക് ചെയ്ത് വെക്കുക പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ ഓക്കെ എന്നാ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും, ഒന്ന് വായിച്ചു നോക്കിയേ. ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കല്
ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. സ്പീഡ് കൂടുന്നുണ്ടാ നമുക്ക്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഇതിൽ പറഞ്ഞില്ല ക്വസ്റ്റ്യൻസ് വല്ല നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ പറയും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മൾ ഒരിത്തിരി കൂടി ഒരു സ്പീഡിൽ എടുത്തില്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് തീരില്ല. അപ്പൊ നമുക്ക് ഇനി എടുത്ത് തീരാനുണ്ട്. ഇമ്പോർട്ടന്റ് വരാൻ സാധ്യത ഉള്ള 100% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ പറയുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ഇതില് GCSന്റെ ഫുൾ ഫോം അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അതെന്തിനാ ഉപയോഗിക്കുന്നത്? ഹെഡ് ഇഞ്ചുറി. പേഷ്യൻസിന് എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറി വരുമ്പോഴാണ് ഗ്ലാസ്കോ കോമ സ്കെയിൽ നമ്മൾ മോണിറ്റർ ചെയ്യണത്. ഓക്കെ. അഞ്ചു എന്തെങ്കിലും പറയുന്നില്ല? അഞ്ചു സംഗീതിന് എന്തെങ്കിലും പറയാനില്ല? ഞാൻ മ്യൂട്ട് ചെയ്തിടാ എന്നോടല്ലെങ്കിൽ. ഓക്കെ. നിങ്ങള് മൈക്ക് മ്യൂട്ട് ആണെങ്കിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ഇതില് ഹെഡ് ഇഞ്ചുറി അളക്കാനാണ്. ഹെഡ് ഇഞ്ചുറിക്ക് വേണ്ടിയിട്ടാണ് ഗ്ലാസ്കോ കോമ സ്കെയില്. അപ്പൊ അതിന്റെ ഫുൾ ഫോം ഓർക്കാം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ. പിന്നെന്താ മ്യൂട്ട് ചെയ്തില്ലേ? മ്യൂട്ട് ആവാത്തെ? ഓക്കെ. അപ്പൊ അത് ചെയ്യാം. പിന്നെ അതില് ക്വസ്റ്റ്യൻസ് വന്നത് ഏതാ? സൂട്ട്. അതിലൊന്നും ഇനി ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻസ് അണ്ടർലൈൻ ചെയ്യാം. ഡിസബിലിറ്റി ന്യൂറോളജിക്കൽ സ്റ്റാറ്റസില് ഗ്ലാസ്കോ കോമ സ്കെയിലും ഹെഡ് ഇഞ്ചുറി അത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ. പിന്നെ സെഡേറ്റീവ് പാരലിസ്റ്റിക് ആയ പേഷ്യന്റിന് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ അതും നമ്മൾ റെക്കോർഡ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. ഓക്കെ. ഇനി നമ്മള് മോഡ് ഓഫ് ട്രാൻസ്ഫർ പഠിക്കണം. പറയട്ടെ മോഡ് ഓഫ് ട്രാൻസ്ഫർ? കുഴപ്പമില്ലല്ലോ, പറയട്ടെ. ഓക്കെ. മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് the two most commonly employed method of transfer of patients are ground transport by including ambulance and mobile intensive care unit and air transport including helicopter or aeroplane ambulance. ഒന്നുമില്ല. മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് 2 തരത്തിലാണ്. എത്ര മോഡ് ഓഫ് ട്രാൻസ്ഫർ? നമ്മൾ 2 തരത്തിൽ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം, കൈമാറ്റാം. എങ്ങനെ? പേഷ്യന്റിനെ കൈമാറ്റം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട 2 രീതികളിൽ ചെയ്യാം. ഒന്ന് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും രണ്ടാമത്തെ എയർ ട്രാൻസ്പോർട്ടും. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ സാധാരണ ലെവലിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതായിരിക്കും? ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. ഏതാ? ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. വലിയ ഹോസ്പിറ്റലിൽ അമേരിക്കയില് ഒക്കെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന ഒരു പേഷ്യന്റ് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ പോകുന്നുണ്ടാവും? എയർ ട്രാൻസ്പോർട്ട്. അത് 2 നമുക്ക് പഠിക്കാനുള്ളൂ. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ സാധാരണ ആംബുലൻസ്, നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോണ ആംബുലൻസ് ഇല്ലേ, ആംബുലൻസ്, ആ ആംബുലൻസ് ആണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ. പിന്നെന്താ? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നമ്മൾ വഴിയിലൊക്കെ പോകുമ്പോ ഒരു മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് വണ്ടിയുടെ ബാക്കിൽ എഴുതിയിട്ട് ഒരു ചെറിയ വണ്ടി കിടക്കുന്നുണ്ടാവും. അതും ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ പെടും. എയർ ട്രാൻസ്പോർട്ടിലാണ് ഹെലികോപ്റ്റർ, എയറോപ്ലെയിൻ വരുന്നത്. ഓക്കെ. അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 2 ടൈപ്സ്. ഏതാ? ഗ്രൗണ്ടും എയറും. ഗ്രൗണ്ടിൽ തന്നെയുള്ളതാണ് ആംബുലൻസ്, സാധാരണ ആംബുലൻസും. പിന്നെ ഏതാ? ഇന്റൻസീവ് കെയർ യൂണിറ്റും. എയർ ട്രാൻസ്പോർട്ടിലുള്ളതാണ് ഹെലികോപ്റ്ററും എയറോപ്ലെയിനും. അപ്പൊ എയർ ട്രാൻസ്പോർട്ടില് ഹെലികോപ്റ്റർ, എയർ നോക്കാം. എയർ ട്രാൻസ്പോർട്ടിലല്ലേ ഹെലികോപ്റ്റർ ഉള്ളത്, പിന്നെ എയറോപ്ലെയിൻ. അത്രേ ഉള്ളൂ മോഡ് ഓഫ് ട്രാൻസ്ഫർ.
ഇനി നമ്മൾ ഓരോന്ന് നമ്മൾ പഠിക്കുക. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് നമ്മൾ പറഞ്ഞു. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് സാധാരണ ആംബുലൻസ്. പിന്നെ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഇത് രണ്ടുമാണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ വേണ്ടത്. ഈ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിന്റെ എന്ത് തരത്തിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. റെഡി അല്ലേ? ഓക്കെ, എന്താ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ പറയണത്? Ground transport. Different types of ambulance are used in the mode of transfer of patient. ശരിയാണ്. നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പല തരത്തിലുള്ള ആംബുലൻസ് ഉണ്ട്. ഓരോ ഹോസ്പിറ്റലിലും ഓരോ തരത്തിലായിരിക്കും ആംബുലൻസ് അല്ലെ? ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ആംബുലൻസ്. ചില ഹോസ്പിറ്റലിൽ ചെറിയ ആംബുലൻസ് ആയിരിക്കും, ചില ഹോസ്പിറ്റലിൽ ഭയങ്കര വലിയ ആംബുലൻസ് ആയിരിക്കും. അതിന് കുറെ ഫെസിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പലതരത്തിലും ആംബുലൻസ് ഉണ്ട്. ഒന്നാമത്തെ ആംബുലൻസ് ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഒന്നാമത്തെ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് വെച്ചാൽ എന്താ? ബേസിക് ആയ സാധാരണയായ അടിസ്ഥാന ആംബുലൻസ്, അടിസ്ഥാനമായ സാധാരണ അടിസ്ഥാന ലൈഫ് ആംബുലൻസ്, അതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. എന്താണെന്ന് നമുക്ക് നോക്കാം. These ambulances are conditioned with adequate staff and monitoring devices to shift patients without life-threatening conditions, and these can only provide basic support services. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു സാധാരണ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് പഠിക്കണേ. ആ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് സാധാരണയായ ബേസിക് ആയ ഒരു ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആ ആംബുലൻസിൽ കണ്ടീഷനായ കറക്റ്റ് ആയ ഒരു സ്റ്റാഫ് നഴ്സ് വേണം. ഇതെല്ലാം TPR, പൾസ്, റെസ്പിറേഷൻ ഇതൊക്കെ ചാർട്ട് ചെയ്യുന്ന ഒരു മോണിറ്ററിംഗ് ഡിവൈസ് വേണം. എന്തൊക്കെ വേണം? ആഡ്വക്കേറ്റ് സ്റ്റാഫ് വേണം, മോണിറ്ററിംഗ് ഡിവൈസ് വേണം, മോണിറ്ററിംഗ് ഡിവൈസ് വേണം. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? ആംബുലൻസിന്റെ ഈ മതിയായ ഏറ്റവും സ്റ്റാഫ് കറക്റ്റ് ആയതായ എല്ലാം അറിയുന്ന മതിയായ സ്റ്റാഫും മോണിറ്ററിംഗ് ഉപകരണങ്ങളും ഉള്ളതിനാൽ നമ്മളെന്താ അപകടനില നമ്മുടെ ജീവന്റെ അപകടം നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ പേഷ്യന്റിനെ മാത്രം നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപകടനില ഉള്ള പേഷ്യന്റിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. പേഷ്യന്റിനെ പിന്നെന്താ പറഞ്ഞേ? These can only provide basic life support. ഇതെല്ലാം നമുക്ക് എന്താ നൽകണേ? അടിസ്ഥാനമായ ലൈഫ് സപ്പോർട്ടിന്റെ സേവനം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അടിസ്ഥാനമായ ലൈഫ് സപ്പോർട്ട് സേവനം. ഒന്നുകൂടി പറയാ, ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. നമ്മള് മോഡ് ഓഫ് ട്രാൻസ്ഫറിൽ 2 തരം, ഗ്രൗണ്ടും എയറും. എയറിൽ സാധാരണ ആംബുലൻസും, എയറിലല്ല ഗ്രൗണ്ടിൽ സാധാരണ ആംബുലൻസും, പിന്നെ മൾട്ടിപ്പിൾ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പക്ഷെ എയറിൽ എയറോപ്ലെയിനും ഹെലികോപ്റ്ററും. ഇനി ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് വന്നതാണ് ബേസിക് സാധാരണ ലെവലുള്ള ലൈഫ് സപ്പോർട്ട്. ആ സാധാരണ ആംബുലൻസിൽ എന്തുണ്ടാവും? ഒരു ജീവനക്കാരുണ്ടാവും, അതുപോലെ തന്നെ മോണിറ്ററിംഗ് ഉണ്ടാവും. എല്ലാ ആംബുലൻസിലും എന്തുണ്ടാവും? നമ്മുടെ TPR, പൾസ്, റെസ്പിറേഷൻ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ടാവും. ഇതൊക്കെ പേഷ്യന്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിനാ? വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് സർവീസസ്. എന്താ? വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് സർവീസസ്. ആ പേഷ്യൻസിന് ജീവൻ നിലനിർത്താനായിട്ട്, ആ പേഷ്യൻസിന്റെ ജീവൻ അപകടപ്പെടുത്താതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തിലുണ്ടാവും? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടാവും. സാധാരണ ആംബുലൻസ് ആണ്, മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ടാവും, അവിടെ സ്റ്റാഫ് ഉണ്ടാവും. അതുപോലെ തന്നെ വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ്, അവരുടെ ജീവൻ നിലനിർത്താനായിട്ട്, ജീവൻ അപകടപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു ഇത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ ഉണ്ടാവും. നെക്സ്റ്റ് എന്താ? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. എങ്ങനത്തെ ആംബുലൻസാ? അഡ്വാൻസ്ഡ് ആയ ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് രണ്ടാമത്തെ. ആ ആംബുലൻസിൽ ദീസ് ആംബുലൻസ് ക്യാൻ പ്രൊവൈഡ് ചെയ്യണത് എന്താ? അഡ്വാൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണത് മോഡേൺ ലൈഫ് സപ്പോർട്ട്. ആധുനിക രീതിയിൽ ഇനി വരാൻ പോകുന്ന കാര്യം പറയണേ, മോഡേൺ ആയ ലൈഫ് സപ്പോർട്ട്. എന്തൊക്കെ ഉണ്ടാവും അതില്?
എൻഡോട്രക്കിയൽ ഇന്റുബേഷൻ എന്തുണ്ടാവും? എൻഡോട്രക്കിയൽ ഇന്റുബേഷൻ ഉണ്ടാവും. കാർഡിയാക് മോണിറ്ററിംഗ് ഉണ്ടാവും. ഡിഫിബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ഉണ്ടാവും. വാസോപ്രസേഴ്സ് ഉണ്ടാവും. These are adequately staffed and made ready for shifting patients with life-threatening conditions. അപ്പൊ അഡ്വാൻസ് ലൈഫ് നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാ? ബേസിക് ലൈഫ്. ആദ്യം പറഞ്ഞത് ബേസിക് ലൈഫ്. അതിൽ സാധാരണ സ്റ്റാഫ്, മോണിറ്റർ ചെയ്യുന്ന സാധനങ്ങള്, മോണിറ്ററിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതെന്തിനു വേണ്ടിയിട്ടാ? പേഷ്യന്റിന്റെ ജീവൻ, അപകടനില നിലനിർത്തി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമതാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് കൊടുക്കണത് എന്താ? ലൈഫ് സപ്പോർട്ട്, മോഡേൺ ലൈഫ് സപ്പോർട്ട്. അപ്പൊ അഡ്വാൻസ് ആയിട്ടുള്ള ലൈഫ് എന്താ കൊടുക്കണേ? മോഡേൺ ലൈഫ് സപ്പോർട്ട്. അണ്ടർലൈൻ ചെയ്യാം. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്താ കൊടുക്കണേ? ക്യാൻ പ്രൊവൈഡ് ചെയ്യണത് മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസസ്. മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസസ് എന്തൊക്കെ അതിൽ പെടും? എൻഡോട്രക്കിയൽ ഇന്റുബേഷൻ. എന്ന് വെച്ചാൽ എന്താ? തുറന്ന ശ്വസനനാളം നിലനിർത്താൻ നമ്മൾ പറഞ്ഞു. ബ്രീത്തിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞു. പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ശ്വാസം വിടാനൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യൻസിനോട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യും. അപ്പൊ പേഷ്യൻസ് ഇതെന്ത് നോക്കും? ശ്വസനനാളം തുറക്കും. ഓക്കെ, അപ്പൊ പേഷ്യൻസിന്റെ ശ്വസനനാളം തുറക്കും. എൻഡോട്രക്കിയൽ ഇന്റുബേഷൻ, ശ്വസനനാളം തുറക്കാനായിട്ട്. ഏത് ആംബുലൻസിൽ ഉണ്ടാവാം? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന്റെ കാര്യമാണ് പറയുന്നത്. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ എന്തുണ്ടാവും? ആംബുലൻസിൽ എന്തുണ്ടാവും? എൻഡോട്രക്കിയൽ ഇന്റുബേഷൻ ഉണ്ടാവും. പിന്നെന്താ? കാർഡിയാക് മോണിറ്ററിംഗ് ഉണ്ടാവും. ഹൃദയത്തിന്റെ മോണിറ്റർ ചെയ്യാൻ. ഹൃദയം ഒരു മിനിറ്റിൽ എത്ര നാൾ അടിക്കുന്നുണ്ട്, പൾസ് ഇങ്ങനെ ഹൃദയം എത്ര തവണ നമ്മുടെ അടിക്കുന്നുണ്ട്, ഹൃദയമിടിപ്പില്ലേ, ആ ഹൃദയമിടിപ്പ് ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യം, ഒരു വീക്കിൽ എത്ര പ്രാവശ്യം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് എഴുതി ചാർട്ട് ചെയ്യണം. അപ്പൊ അതുണ്ടായിരിക്കണം. കാർഡിയാക് മോണിറ്ററിംഗ് ഉണ്ടായിരിക്കണം. പിന്നെന്താ? ഡിഫിബ്രിലിയം അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്. എന്താ പറഞ്ഞേ? അതെന്താ? ഡിഫിബ്രിലിയം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞു ഡിഫിബ്രിലിയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഷോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഡിഫിബ്രിലിയം. ഹൃദയത്തിലേക്ക് വൈദ്യുത പ്രവാഹത്തിന്റെ ഷോക്ക്. ഇപ്പൊ എന്തെങ്കിലും പേഷ്യന്റിന് ഉണ്ടായി, പെട്ടെന്ന് സ്ട്രോക്ക് പോലെ വന്നു. അപ്പൊ അവര് ആ സ്ട്രോക്ക് ഉണ്ടാവുന്നതിന് മുമ്പ് ഡോക്ടർ പറയും ഈ പേഷ്യന്റ് ഹാർട്ട് റേറ്റ് റെസ്റ്റ്. അപ്പൊ പേഷ്യന്റിനോട് ചോദിക്കും എന്താണ് നിങ്ങളുടെ ഇതെന്ന് ചോദിക്കും. അപ്പൊ പേഷ്യന്റ് പറയും എനിക്കിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോ ഒരു ഷോക്കായിരുന്നു. അപ്പൊ ആ ഷോക്ക് ഉണ്ടാവാൻ കാരണം അതാണ് ഹൃദയത്തിലേക്ക് വൈദ്യുത പ്രവാഹത്തിന്റെ ഡോസ് കിട്ടാതിരിക്കുമ്പോ. ഹൃദയത്തിലോട്ട് നമ്മുടെ എല്ലാ ഓക്സിജന്റെ അളവ് കറക്റ്റ് നമ്മൾ ഹൃദയത്തിൽ കിട്ടണം. അത് കിട്ടാതിരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഡിഫിബ്രിലേഷൻ എന്ന് വെച്ചാല് എന്താ? ഷോക്ക്, കൗണ്ടറിലുള്ള ഷോക്ക്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്. അങ്ങനെയുള്ള പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാസോപ്രസേഴ്സ്. വാസോപ്രസേഴ്സ് എന്ന് വെച്ചാൽ എന്താ? വാസോപ്രസേഴ്സ് ഞാൻ മുൻപ് പറഞ്ഞില്ല. എന്താ വാസോപ്രസേഴ്സ്? എന്താ? രക്തസമ്മർദ്ദത്തിനുള്ളില് പേഷ്യന്റിന്റെ രക്തക്കുഴലുകൾ ചുരുങ്ങുകയോ ഇടുങ്ങിയതോ ആകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മരുന്ന്. ശ്വാസകോശത്തില് എന്താ? ബ്ലഡ് വെസൽസിന്റെ ഇതില് ശ്വാസകോശത്തില് രക്തക്കുഴൽ ഇങ്ങനെ ഇടുങ്ങി നിൽക്കുന്ന സ്ഥലമില്ലാണ്ട് അത് ചുരുങ്ങി ഒരു ദിവസം ഇത്ര ഉണ്ടായി, പിന്നെ അത് കുറഞ്ഞ് അങ്ങനെ ചുരുങ്ങി വരുന്ന ആ അവസ്ഥയാണ് വാസോപ്രസേഴ്സ്. അപ്പൊ കൊടുക്കണ മരുന്നാണ് വാസോപ്രസേഴ്സ്. These are adequately staffed and made ready for shifting patients with life-threatening conditions. എന്താ പറഞ്ഞേ? നമ്മളിങ്ങനെ അപകടമായ ഭയങ്കര എമർജൻസി അപകടമുള്ള ആ അവസ്ഥ വിട്ട് രോഗികളെ മാറ്റുന്നതിന് ആവശ്യമായ ജീവനക്കാരെ റെഡിയാക്കിയിട്ടുള്ളതാണ് ഈ ഗ്രൗണ്ട്. പെട്ടെന്ന് എന്തൊരു ആവശ്യം വന്നാലും ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ എല്ലാവരും ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സൈഡ് മുഴുവനും വണ്ടികൾ.
അതിന്റെ ഇപ്പുറത്ത് ആംബുലൻസ്, എന്താ ആംബുലൻസുകൾ. അതിന്റെ അപ്പുറത്തോ ഓട്ടോക്കാര്, കാറുകാര്, ഇഷ്ടംപോലെ ആൾക്കാര് വണ്ടിയും പിടിച്ച് നിൽപ്പുണ്ട്. നമ്മൾക്ക് ഏത് വേണമെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാരും വേണമെങ്കിലും വരും. അപ്പൊ അങ്ങനത്തെ ഉള്ള മോഡേൺ, നമ്മള് അഡ്വാൻസ് ആയിട്ടാണ്, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പഠിക്കുന്നത്. അപ്പൊ അവിടുത്തെ ആംബുലൻസ് മോഡേൺ ലൈഫ് പ്രദാനം ചെയ്യുന്നതായിരിക്കും, മോഡേൺ ലൈഫ് സപ്പോർട്ട് ചെയ്യണത്. ആ മോഡേൺ ലൈഫിൽ പെട്ടതാണ് എൻഡോട്രക്കിയൽ ഇൻക്യുബേഷൻ, കാർഡിയാക് മോണിറ്ററിംഗ്, ഡിഫിബ്രിലിയം, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ വാസോപ്രസേഴ്സ്, അല്ലെങ്കിൽ വാസോപ്രസേഴ്സ്. വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത് ഇടുങ്ങിയതായ ശ്വാസകോശത്തിലൊക്കെ ഇടുങ്ങിയതും ബ്ലോക്കൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാസോപ്രസേഴ്സ് മരുന്ന് കൊടുത്താൽ അത് ക്ലിയർ ആയിക്കോളും. These are radically staffed made ready for shifting facial conditions. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിന്, അപകടകരമായ ഈ രോഗികളെ മാറ്റുന്നതിന് ആവശ്യമായ ജീവനക്കാരെ റെഡിയാക്കിയിട്ടുള്ളവയാണ് ഈ ഗ്രൗണ്ട്. ഓക്കേനാ? ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും, വായിച്ചു നോക്കൂ, വായിച്ചു നോക്കൂ, വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചാ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാ? ഓക്കെ ഓക്കെ, അപ്പൊ അടുത്തത് എടുക്കാം. അപ്പൊ നമ്മുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞില്ല, ലാസ്റ്റ് പോയിന്റ് MICU. These are specialized vehicle with all equipment and staff transfer patients who are critically ill. Are usually used in combination with specialist revival brings few developed countries. എന്താ പറഞ്ഞേക്കണേ? ട്രാൻസ്പോർട്ട് എന്താ പറഞ്ഞ? MICU എന്താ? MICU എന്ന് വെച്ചാൽ these are specialized vehicle. ഇത് സ്പെഷ്യൽ ആയ ഒരു വെഹിക്കിൾ ആണ്. വിത്ത് ഓൾ എക്യുപ്മെന്റ്, എല്ലാ എക്യുപ്മെന്റും ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്. പിന്നെ എന്ത് വേണം? എന്താണ്? These are specialized vehicle. അതൊരു സ്പെഷ്യൽ ആയ വാഹനമാണ്, സ്പെഷ്യൽ ആയ വാഹനമാണ്. ആ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിളിൽ എന്ത് വേണം? സ്റ്റാഫ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്, എല്ലാ എക്യുപ്മെന്റും അല്ലെങ്കിൽ സ്റ്റാഫ് ഉണ്ടായിരിക്കണം. Transfer of patients who are critically ill, you are usually used in combination with specialist retrieval means to few development countries. അപ്പൊ എമർജൻസി ആയ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ മാറ്റുന്നതിന് എല്ലാ ഉപകരണങ്ങളും വേണം. പിന്നെന്താ? ചില ഡെവലപ്പിംഗ് കൺട്രീസ്, ചില ഡെവലപ്പിംഗ് കൺട്രികളുടെ സ്പെഷ്യലിസ്റ്റ് വേണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടീമുകളുമായിട്ട് സംയോജിച്ചാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയണം. എന്താ? There are specialized ചെയ്യുന്ന വെഹിക്കിൾ ഏതാ? All the equipment of staff. പിന്നെന്താ? You are usually used, സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? ഇത് സ്പെഷ്യലിസ്റ്റ് റിട്രീവൽ മീൻസ് ഫ്യൂ ഡെവലപ്ഡ് കൺട്രീസ്. കുറച്ച്, എല്ലാമില്ല, കുറച്ചുമായ ഡെവലപ്ഡ് ആയ കൺട്രീസിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ മാറ്റുന്നതിന് എല്ലാ ഉപകരണവും ഉണ്ടായിരിക്കണം. പിന്നെ കൂടാതെ ചില വികസിത രാജ്യങ്ങളിലെ സ്പെഷ്യലിസ്റ്റ് വീണ്ടെടുക്കാൻ ടീമുകളുമായിട്ട് യോജിച്ചിട്ടാണ് സാധാരണ വന്നത്. ടീമുകളുമായിട്ട് അവർ പരസ്പരം ഇരുന്ന് യോജിക്കുകയാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഓക്കെ, 1 minute. ഓക്കെ, ഒന്നുകൂടി പറയാം. ഉറക്കം വരണ്ട നിങ്ങക്ക്? ഉറക്കം വരണ്ട? ഇല്ല. പവിത്ര ഇതൊക്കില്ല, ഇതൊക്കില്ല, ബാക്കിയല്ലാതെ ഉറങ്ങണമെന്ന് തോന്നുന്നു. ഇല്ല, ജയിച്ചില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? നമ്മളോട് ഒന്നുകൂടി പറയാൻ പറഞ്ഞു. അഡ്വാൻസ് സൈക്കോട്ട് ആംബുലൻസ് ഗ്രൗണ്ട് സപ്പോർട്ടില് ആദ്യം വേണ്ടത് ലൈഫ്സ് ബേസിക് വേണം. രണ്ടാമതാണ് അഡ്വാൻറ്റേജ് വേണ്ടത്. ആദ്യത്തേല് ബേസിക് വേണം, രണ്ടാമത്തേല് അഡ്വാൻസ് വേണം. മൂന്നാമത്തേലാണ് MICU. അത് സ്പെഷ്യലൈസ് ചെയ്യുന്നത് വാഹനങ്ങളിലാണ്, വെഹിക്കിൾസില്. പിന്നെന്താ? ഓൾ ദ എക്യുപ്മെന്റ് ആൻഡ് സ്റ്റാഫ് ട്രാൻസ്ഫർ പേഷ്യൻസ് ഹു ആർ ക്രിട്ടിക്കലി ഇൽ ആൻഡ് യൂഷ്വലി യൂസ്ഡ് കോമ്പിനേഷൻ വിത്ത് റിട്രീവൽ. റിട്രീവൽ എന്ന് വെച്ചാൽ എന്താ?
വീണ്ടെടുക്കല്, നമ്മളത് വീണ്ടെടുക്കണം. വികസിത രാജ്യങ്ങളാവാൻ പോവേണ്ട നമ്മുടെ ഇത്, ഡെവലപ്ഡ് കൺട്രീസ് ആവേണ്ട. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മള് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മള് അവിടെ ഈ ഹോസ്പിറ്റലിൽ കൂട്ടാനായി ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോവേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പോകാൻ പാടില്ല. അപ്പൊ അതിൻ്റെതായ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതിവിടെ പറഞ്ഞത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസും ഗ്രൗണ്ടഡ് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് എന്ന് വെച്ചാൽ എന്താ? അത് പ്രൊവൈഡ് ചെയ്യണത് മോഡേൺ ലൈഫ് സപ്പോർട്ട്. എന്താ പ്രൊവൈഡ് ചെയ്യണേ? മോഡേൺ ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അണ്ടർലൈൻ ചെയ്യേ. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ? മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസസ് ലൈക്ക് എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ, കാർഡിയാക് മോർണിംഗ്, ഡിഫ്രിലിയം അഡ്മിറ്റ് നമ്മൾ പറഞ്ഞതല്ലേ, ഫ്ലൂയിഡ്, പിന്നെ ഫിക്സഡ്, അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് MICU ആണ്. വലിയ സംശയമില്ല എന്താ പറഞ്ഞത്. പാര ചോദിച്ചല്ല, ഒന്നുകൂടി പറയുമെന്ന്. വലിയ സംശയം ഉണ്ടാ? ഇല്ല, ഒന്നുമില്ല അതിന് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇടാം. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടില് പ്രൊവൈഡ് ചെയ്യണത് മോഡേൺ ലൈഫ് സപ്പോർട്ട് ഡിവൈസ് ലൈക്ക് എൻഡോട്രക്കിയൽ. ഇതിലാരെങ്കിലും അങ്ങനെ ചോദിക്കും. നിങ്ങൾ ഇതിൽ കേൾക്കാത്തത് ഡിഫിബ്രില്ലേഷൻ കേട്ടിട്ടില്ല. ഡിഫിബ്രില്ലേഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ ഡിഫിബ്രില്ലേഷൻ ചോദിക്കും ചിലപ്പോ. ഡിഫിബ്രില്ലേഷൻ കേട്ടിട്ടുണ്ട്, ലാമിഷന കേട്ടിട്ടുണ്ട്. ഈ ഡിഫിബ്രില്ലേഷൻ എന്തുമായിട്ട് കണക്ഷൻ ചെയ്തതാണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയണം ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. ഡിഫിബ്രില്ലേഷൻ എന്തായിട്ട് കണക്ട് ചെയ്തതാ? എന്തായിട്ടാണ്? ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആയിട്ട്. ഓക്കെ 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 അല്ലേ? ഓക്കെ. പിന്നെന്താ? MIC എന്താ? അതൊരു സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ ആണ്. സ്പെഷ്യലാണ്. MIC എന്ന് വെച്ചാൽ സ്പെഷ്യലാണ്. വിത്ത് ഓൾ എക്യുപ്മെന്റ് ആൻഡ് സ്റ്റാഫ്. അവിടെ എന്തുണ്ടാവും? ഒരുപാട് ഓൾ എക്യുപ്മെന്റ് ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും. എന്തുണ്ടാവും? ഓൾ എക്യുപ്മെന്റും സ്റ്റാഫ് ഉണ്ടാവും. അണ്ടർലൈൻ ചെയ്യാം. MICയിൽ എന്തുണ്ടാവും? MICയിൽ all the equipment and staff. To transfer patients who are critically ill are usually used in combination with specialist retrieval teams in tube. നമ്മൾ പറഞ്ഞേ എന്താ? നമ്മൾ പറഞ്ഞേ വീണ്ടെടുക്കാനായിട്ട്, ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ നമ്മൾ മാറ്റാനായിട്ട് നമ്മൾക്ക് എല്ലാ ഉപകരണവും അവിടെ ഉണ്ടാവും. MICയിൽ പ്രധാനപ്പെട്ട എല്ലാ ഉപകരണവും ഉണ്ടാവും, അതിനനുസരിച്ചുള്ള സ്റ്റാഫ് ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒരു സ്പെഷ്യലായ വാഹനമാണ് MIC. കൂടാതെ ചില ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്ഡ് വികസിത രാജ്യങ്ങൾ, അവിടെ സ്പെഷ്യലൈസ് വീണ്ടെടുക്കാനായിട്ട് നമ്മൾ ടീമുകളായിട്ടാണ്, ഓരോ ടീമുകളായിട്ടും കൂട്ടി റിട്രീവലായിട്ട് വീണ്ടെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ടീമുകളായിട്ടാണ് MICയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ചെല്ലണത്. എങ്ങനെയാണ് MICയിൽ ഇത് യൂസ് ചെയ്യണേ? കോമ്പിനേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് റിട്രീവൽ ടീംസ് ആയിട്ട്, ടീമായി വീണ്ടെടുക്കലാണ്. ഫ്യൂ ഡെവലപ്ഡ് കൺട്രീസ്, ചില ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് നമ്മൾ അവിടുത്തെ ടീമിനെ എന്ത് ചെയ്യും? വീണ്ടെടുക്കും. ടീമായിട്ട് വീണ്ടെടുത്തിട്ടാണ് അവിടെ യൂഷ്വലി സാധാരണ ലെവലില് അവിടെ ഉപയോഗിക്കുന്നത്, MIC ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ 3 തരം ആംബുലൻസ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ പഠിച്ചു. ബേസിക് ലൈഫ് പറഞ്ഞു, അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു, MIC പറഞ്ഞു. സാധാരണ ലെവലിൽ നമ്മളൊക്കെ കാണുന്നത് ബേസിക്കും, അഡ്വാൻസ് ആയതിന് എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷന്, കാർഡിയാക് മോണിറ്റർ, അതെല്ലാം അണ്ടർലൈൻ ചെയ്യട്ടാ. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിലുള്ള ആംബുലൻസ് എങ്ങനത്തെ ഉള്ള സജ്ജീകരണം, എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ട്, അതൊക്കെ അണ്ടർലൈൻ ചെയ്യാം. എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ എവിടെയെന്ന് ചോദിക്കും. ഏത് ആംബുലൻസിലാണ്? ബേസിക് ആണോ അഡ്വാൻസ്ഡ് ആണോ? അഡ്വാൻസ്ഡ്. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ പോയിന്റ് കിട്ടുള്ളൂ. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോ? ഇനി ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എന്ന് പറയരുത്. അഡ്വാൻസ്ഡ് ശ്രദ്ധിക്കുക. 3 തരം തിരിച്ചു തന്നേക്കണത് നമ്മൾക്ക് ഓരോന്നും ഇന്ന ആംബുലൻസിൽ ഉണ്ടെന്ന് അറിയാനാ. മനസ്സിലായ? അപ്പൊ എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷന്, കാർഡിയാക് മോണിറ്ററിങ്, ഹാർട്ടിന്റെ പൾസ്, ഹാർട്ടിന്റെ ഇത് ബ്രീത്തിന്റെ ഒക്കെ എത്ര ഉണ്ട്, കാർഡിയാക് നമ്മുടെ നെഞ്ചു പിടിപ്പ് എത്ര ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ടുള്ള മോണിറ്ററിങ്, അത് നിരീക്ഷിക്കുന്നത്. ഡിഫിബ്രില്ലേഷൻ അഡ്മിനിസ്ട്രേഷൻ, ഇൻട്രാവീനസ് ഫ്ലൂയിഡ്, അതിന്റെ കാര്യങ്ങള്. പിന്നെ വാസോപ്രസേഴ്സ്, അതിനെങ്ങനെ വാസോപ്രസേഴ്സ് എന്ന് വെച്ചാൽ ഒരു മരുന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് കൊടുക്കണത്, അതെല്ലാം കൊടുക്കണത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിലാണ്. അങ്ങനത്തെ സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കി വെച്ചേക്കാം. ഓക്കെ.
അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷൻസ്, അവരുടെ ആ കണ്ടീഷൻസ് നമ്മള് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ റെഡിയാവും. ഓക്കെ, നമ്മൾ ആ റെഡി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. പിന്നെ MICU എന്താ, അതൊരു സ്പെഷ്യൽ വാഹനമാണ്. അതുപോലെ തന്നെ അതില് പേഷ്യൻസ് ഉണ്ടാവും, എല്ലാ എക്യുപ്മെന്റ് ഉണ്ടാവും. പിന്നെന്താ, പേഷ്യൻസ് ഉണ്ടാവും, പേഷ്യൻസിന്റെ ഒപ്പം തന്നെ സ്റ്റാഫ് ഉണ്ടാവും, ഓൾ എക്യുപ്മെന്റ് ഉണ്ടാവും. ക്രിട്ടിക്കലായ പേഷ്യന്റ് ആണ്. പിന്നെ യൂഷ്വലി യൂസ്ഡ് അത് സ്പെഷ്യൽ ആയിട്ട് നമ്മള് വികസിത രാജ്യങ്ങളിൽ, ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ടീമായിട്ട് വീണ്ടെടുത്തിട്ടാണ് നമ്മള് അത് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. സ്പെഷ്യലിസ്റ്റ്, അതാണ് ഇത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് MICU പറയുന്നത്. അത് ഒരുപാട് ടീമുകൾ, വികസിത രാജ്യങ്ങളുമായിട്ട് ടീമുകളായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതെല്ലാവർക്കും MICU എന്ന് പറയുന്നത്. സാധാരണ ബേസിക് കുറച്ചും കൂടി കൂടിയത് അഡ്വാൻസ്ഡ്, അതിലും കൂടിയതാണ് MICU. ഓക്കെ, അതിലും കൂടിയതാണ് MICU. അപ്പൊ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് അത്രേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യാം. ഇതില് ലാസ്റ്റ് പോയിന്റ് MICU അണ്ടർലൈൻ ചെയ്തോ. അതെങ്ങനെ, യൂഷ്വലി സാധാരണ ലെവലിൽ അതിന്റെ യൂസ്ഡ് ഏതാ, കോമ്പിനേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് റിട്രീവൽ ടീംസ് ഇൻ ഫ്യൂ ഡെവലപ്ഡ് കൺട്രീസ്. അത് അണ്ടർലൈൻ ചെയ്യാം. MICU എങ്ങനെ യൂസ്ഡ് എന്നുള്ള കാര്യം, കോമ്പിനേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് റിട്രീവൽ ടീംസ് ഇൻ ഫ്യൂ ഡെവലപ്ഡ് കൺട്രീസ്, അത് അണ്ടർലൈൻ ചെയ്യാം. അവിടെ അത്രേ ഉള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എയർ ട്രാൻസ്പോർട്ട് കൂടി നോക്കാം നമുക്ക്. നമ്മൾ പറഞ്ഞു എയർ ട്രാൻസ്പോർട്ടിൽ എന്താ പറഞ്ഞേ, എയർ ട്രാൻസ്പോർട്ടിന്റെ ബെനിഫിറ്റ്സ് പറയേണ്ട, നമുക്ക് നാളെ പഠിക്കാം അടുത്ത ക്ലാസ്സിൽ. എയർ ട്രാൻസ്പോർട്ട് എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എയറോപ്ലെയിനും ഹെലികോപ്റ്ററും. ഭയങ്കര പേഷ്യന്റിനൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട് നമ്മള് അമേരിക്കയ്ക്ക് ഇറങ്ങിയാൽ നമുക്ക് ഗ്രൗണ്ടിൽ പറ്റില്ല, എയർ ട്രാൻസ്പോർട്ടിനെ കൊണ്ടുപോകുള്ളൂ. എല്ലാം നോക്കാം. യൂസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് ഹാസ് ബീൻ ഇൻക്രീസ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ബിക്കോസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട്. സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ, സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് വേഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും, പെട്ടെന്ന് എത്തും. നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, ഇപ്പൊ തൃശ്ശൂരുള്ള ഒരു പേഷ്യന്റിനെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം. ഒരു സാധാരണ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടില്, ഗ്രൗണ്ട് ആംബുലൻസിൽ ഓടി ഒരു 7-8 മണിക്കൂർ വേണം തിരുവനന്തപുരം എത്താൻ. പക്ഷെ എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും, പെട്ടെന്ന് എത്തും. അപ്പൊ പെട്ടെന്ന് കൊണ്ടുപോകുന്ന പേഷ്യന്റിനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും, എയർ ട്രാൻസ്പോർട്ടിൽ. അത്യാവശ്യമുള്ള 1 മണിക്കൂറിനുള്ളിൽ പേഷ്യന്റിന് ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം, 1 മണിക്കൂറിനുള്ളിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ എന്ത് ഉപയോഗിക്കാം, എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കും. അതാണ് സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട്, പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട്. അതിലെന്തൊക്കെയാ ഇൻക്ലൂഡിങ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ. അതിന്റെ മെഡിക്കൽ കെയർ ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ഓക്കെ, there has been an improved prognosis of patient with trauma, severe myocardial infarction and severe stroke owing to rapid provision of suitable medical care by the use of air transport. അപ്പൊ ഈ എയർ ട്രാൻസ്പോർട്ടിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ, എന്താ പേഷ്യന്റ് ഒക്കെ എന്താ പറയണേ, there has been an improved prognosis of patients with trauma. ട്രോമ പേഷ്യൻസ് നമ്മൾ പറഞ്ഞു, ഒരു ഭാഗം തളർന്ന് പാരലൈസ് ആയി അങ്ങനെ കിടക്കണ ആ ട്രോമ പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇംപ്രൂവ് ഉണ്ടാവും. എങ്ങനെ, പേഷ്യൻസിന്റെ രോഗനിർണയം, ഡയഗ്നോസിസ്. നമ്മൾ പറഞ്ഞു പ്രഗ്നോസിസ് ഓഫ് പേഷ്യൻസിന്റെ രോഗനിർണയം. പിന്നെ എന്തുണ്ടാവും, കഠിനമായ മയോകാർഡിയൽ ഹാർട്ടിന്റെ ബുദ്ധിമുട്ട്, പിന്നെ ഹൃദയസ്പന്ദനം, അതാണ് ഇൻഫ്രാക്ഷൻ. ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻഫാക്ഷൻ അല്ല, ഇൻഫ്രാക്ഷൻ. എന്താ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത്, ഹൃദയസ്തംഭനം, അറ്റാക്ക്, അറ്റാക്ക്. അപ്പൊ ഹൃദയസ്തംഭനം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. എന്താ ഇൻഫ്രാക്ഷൻ. അങ്ങനെയുള്ള പേഷ്യൻസ്. പിന്നെന്താ, നമ്മൾ ഈ എയർ ട്രാൻസ്പോർട്ടിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസിന്റെ കാര്യമാണ് പറയണേ. സിവിയർ സ്ട്രോക്ക്, പെട്ടെന്ന് അവർക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടാവുക, പെട്ടെന്ന് സ്ട്രോക്ക്, എന്തെങ്കിലും കേൾക്കുമ്പോ പെട്ടെന്ന് സ്ട്രോക്ക്. അപ്പൊ നമ്മുടെ തലയിലെ ബ്ലഡ് ഒക്കെ ക്ലോട്ട് ആവും, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ടാവും, ചിലപ്പോ ആ പേഷ്യന്റ് അപ്പൊ തന്നെ മരിക്കും, അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ പോകും. അങ്ങനെയുള്ള പേഷ്യൻസിന് പിന്നെന്താ, റാപ്പിഡ് പ്രൊവിഷൻ ഓഫ് സൂട്ടബിൾ മെഡിക്കൽ കെയർ ബൈ ദ യൂസ് ഓഫ്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള എല്ലാ പേഷ്യൻസിനും നമുക്ക് നല്ല മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നാളെ ഇതുവരെ പറഞ്ഞതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. എയർ ട്രാൻസ്പോർട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ക്ലാസ് എന്നാ അതിന്റെ പേര്
ഓക്കെ